ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വെച്ചാൽ മക്രോണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കുറച്ച് മക്രോണി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഉപ്പും കുരുമുളകും ഇട്ടിട്ടുള്ള വേവിച്ച ചിക്കൻ, ചെറിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ ചിക്കൻ വേവിച്ച ഗ്രേവി. ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ. അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നോക്കാം. കുറച്ച് പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിൽ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് മക്രോണി. ഈ വെള്ളം തിളച്ചാലാണ് മക്രോണി നമുക്ക് അതിലിടാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മക്രോണി കൊടുക്കാം. അപ്പോൾ വേവുന്നത് വരെ ഇതിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. ഈ പാകത്തിന് മതി. നമുക്ക് തൊടുമ്പോൾ എന്താണെന്നറിയില്ലേ, ആ പാകത്തിന് മതി. നമുക്ക് ഒരു അരിപ്പിലേക്ക് മാറ്റാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് സവാള ഇടുക. ആദ്യം സവാള ഇട്ട് നമുക്ക് വഴറ്റാം. വേഗം വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം വന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ചെറിയ കഷ്ണം തക്കാളി ആഡ് ചെയ്യാം. ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് വെട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂൺ, കുരുമുളക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും നമുക്ക്. ഇവിടെ അധികം എരിവ് വേണ്ട. കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി. ഇത് നന്നായി എല്ലാവരും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാവരും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക്. അപ്പോൾ നമുക്ക് നേരത്തെ വെച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. എരിവത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇവിടെ അധികം എരിവ് വേണ്ട, അതൊന്ന് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. വേവിച്ച് ഉപ്പും മുളകും കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള വേവിച്ചതാണ്. പൊരിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നു. ഇതിലേക്ക് ക്യാരറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇടുക. ഇവിടെ കുട്ടികൾക്ക് ചിക്കനാണ് ഇഷ്ടം, അത് കാരണം ചിക്കൻ ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒക്കെ കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില, മല്ലിയില എൻ്റെ ഇല്ല ഇടാം. കുറച്ച്
നാരങ്ങ നീര് ഇതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് വീണ്ടും നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. ബൈ.